ഹലോ നമസ്കാരം. ഇന്ന് സത്യത്തിൽ അനീഷിനെ കുറിച്ച് പറയാൻ മാത്രമേ നേരമുള്ളൂ കേട്ടോ. കാരണം രാവിലെ നമ്മുടെ അനീഷ്, അതായത് ബിഗ് ബോസ് വീട്ടിലെ യഥാർത്ഥ ക്യാപ്റ്റൻ അനീഷാണ്. കാരണം ലക്ഷ്മി ജിസേലും ഒക്കെ വാഷ്റൂമിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് ജയിൽ തുറന്നു കൊടുക്കുന്നതും നിലവിലെ ഹൗസ് ക്യാപ്റ്റനൊക്കെ അവിടെ കിടന്ന് ഉറക്കമാണ്. സത്യത്തിൽ ഈ അനീഷ് ഉണ്ടല്ലോ, ബിഗ് ബോസ് വീടിനകത്ത് ഓൾ ഇൻ ആൾ ആയിട്ടെന്ന് പറയുന്നത് വെറുതെ അല്ല കേട്ടോ. നമ്മുടെ ഈ ഒരു കമൻട്രി പവർ നമ്മുടെ അനീഷിനുണ്ട്. അതുപോലെ നല്ലൊരു പങ്ക്ച്വാലിറ്റി നമ്മുടെ അനീഷിനുണ്ട്. മറ്റുള്ളവരിലൊന്നും കാണാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ അനീഷിൽ കണ്ടെത്താൻ പറ്റും കേട്ടോ. ഇവിടെ തുടക്കത്തിൽ ക്യാപ്റ്റനായ അനീഷ്, അതിന് ശേഷവും പലരും ക്യാപ്റ്റനായിട്ട് വന്നിട്ട് പോലും അതിൻ്റെയൊക്കെ പിറകിൽ അനീഷിൻ്റെ കൈകൾ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അതിനൊരു തെളിവാണ് ഇന്ന് രാവിലെ നടന്നത്. അതായത് നമ്മുടെ ലക്ഷ്മിക്കൊക്കെ വേണ്ടിയിട്ട് വാഷ്റൂമിൽ പോകാൻ അനീഷ് ജയിൽ തുറന്നു കൊടുക്കുന്നുണ്ടല്ലോ. ആ തുറന്നു കൊടുത്ത സമയത്ത് നമ്മുടെ അനീഷ് പറയുന്നുണ്ട്, പെട്ടെന്ന് പോയിട്ട് വന്നോളൂ, അകത്തൊന്നും കയറണ്ട കേട്ടോ, വേഗം തിരിച്ചു വരണേ എന്നൊക്കെ നമ്മുടെ അനീഷ് പറയുന്നുണ്ട്. ശരിക്കും ഈ വീടിൻ്റെ ഒരു നാഥൻ എന്ന് പറയുന്ന രീതി കേട്ടോ നമ്മുടെ അനീഷിൻ്റെ പോക്ക്. ഇവിടെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു അത്യാവശ്യം എല്ലാവർക്കും അനീഷിനോട് നല്ലൊരു റെസ്പെക്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. പുറമേ കാണിച്ചിട്ടില്ലെങ്കിൽ പോലും കഴിഞ്ഞ ദിവസത്തേക്ക് കല്ലിതുള്ളി നടന്ന നമ്മുടെ ലക്ഷ്മിയൊക്കെ ഉണ്ടല്ലോ, അനീഷിൻ്റെ മുന്നിൽ എന്തൊരു റെസ്പെക്റ്റോട് കൂടിയാണ് നിൽക്കുന്നതെന്നറിയോ. അതായത് വാഷ്റൂമിൽ പോയിട്ട് വന്നിട്ട് അനീഷ് പറയുന്നുണ്ട്, ഓക്കെ ആയില്ലേ, എന്നാൽ പിന്നെ അകത്ത് കയറിക്കോ, പിന്നെ ജിസേലിന് പോകണമെങ്കിൽ ഒന്നുകൂടി ഒന്ന് വിളിച്ചു നോക്ക് എന്നൊക്കെ നമ്മുടെ അനീഷ് പറയുന്നുണ്ട്. ആ സമയം ലക്ഷ്മി എന്താ പറയുക, നല്ലൊരു റെസ്പെക്റ്റോട് കൂടിയാണ് അനീഷിനോട് പെരുമാറുന്നതും തിരിച്ച് ജയിലിനകത്തേക്ക് കയറുന്നതും ഒക്കെ. ഇവിടെ വന്ന സമയത്ത് സത്യം പറഞ്ഞാൽ ആരും അനീഷിന് ഒരു വിലയും കൊടുത്തിട്ടില്ല കേട്ടോ. എന്നാൽ ഇന്ന് ആ ഒരു നിലയും വിലയൊക്കെ അനീഷ് കളിച്ച് തന്നെ നേടിയെടുത്തു കേട്ടോ. അതാണ് ആ ഒരു മനുഷ്യൻ്റെ പവർ എന്ന് പറയുന്നത്.